താരങ്ങളൊക്കെ തന്നെയും അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷേത്രദർശനങ്ങൾ നടത്താറുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ചിത്രങ്ങൾ വൈറലാകാറുണ്ട്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ചിത്രവും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു. ഇപ്പോഴിതാ നടി ശാന്തി കൃഷ്ണയാണ് ശബരിമല ദർശനം നടത്തിയിരിക്കുന്നത്. ഇരുമുടിക്കെട്ടേന്തി ഇപ്പോൾ വ്രതമെടുത്ത് മാലയിട്ട് ശബരിമലയ്ക്ക് പോയതിൻ്റെ വീഡിയോ തൊട്ട് ശബരിമലയിൽ കയറുന്നതുൾപ്പെടെയുള്ള വീഡിയോകൾ ശാന്തി കൃഷ്ണ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ നാമജപം ജപിച്ച് എല്ലാവരെയും പോലെയും സാധാരണ രീതിയിൽ നടന്നു നീങ്ങുകയാണ്. എന്നാൽ അതിൻ്റെ രീതിയിൽ കടുത്ത വിമർശനമാണ് അതിന് വരുന്നതെന്ന് പറയാം. ഷൂ ഇട്ട് പോകാൻ ആരാണ് പറഞ്ഞതെന്ന്, എന്തിനാണ് മലയ്ക്ക് ഇങ്ങനെ ആരെയും കാണിക്കാൻ പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്തരത്തിൽ നൂറുകണക്കിന് വിമർശനങ്ങൾ പുറത്തു കേൾക്കുന്നുണ്ട്. ശാന്തികൃഷ്ണയ്ക്ക് ഇത് പറ്റിയതായിരുന്നില്ല, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ അല്ലായിരുന്നു കരുതിയത്, ഇത്തരത്തിലും കമൻറ്റുകൾ നീണ്ടുപോകുന്നുണ്ട്. എന്തിനാണ് ഷൂ ഒക്കെ ഇട്ട് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്, അങ്ങനെയൊന്നും ആരും മലയ്ക്ക് പോകാറില്ല, അത് മനസ്സിലാക്കിക്കൂടെ. പ്രേക്ഷകരും അത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് കൃത്യമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയെ ഇത് മാറുന്നു. ശാന്തി കൃഷ്ണയോട് ഒരുപാട് സ്നേഹമായിരുന്നു. എന്നാൽ ഇരുമുടിക്കെട്ട് ഏന്താതെ നടന്നു പോവുകയാണ്. ആരെങ്കിലുമൊക്കെ സഹായിച്ച് മലയ്ക്ക് കയറുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സ്വന്തം രീതിയിൽ തന്നെ നമുക്ക് കയറണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഭക്തിയെ ഭക്തിയുടെ രീതിയിൽ തന്നെ കാണണം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും. അങ്ങനെ പോയാൽ മാത്രമേ യഥാർത്ഥ രീതിയിൽ തന്നെ മലയ്ക്ക് കയറുന്നത് പോലെ ആവുകയുള്ളൂ. ഇത് ആർക്കെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതുപോലെ ആയില്ലേ. നിരവധി പേർ ഇപ്പോൾ ഇതിന് താഴെ പരാതിയുമായി രംഗത്തെത്തുകയാണ്. എല്ലാവരും ഇപ്പോൾ ശാന്തികൃഷ്ണയോട് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യരുതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇരുമുടി കെട്ടേന്തി സാധാരണ ആൾക്കാരെ പോലെ നടന്നു പോകണമായിരുന്നു. ഷൂ ഒക്കെ ഇട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഭക്തിയുള്ളവർക്ക് അത് നന്നായി ബാധിക്കും. അവർ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. എന്നാൽ അവർക്കും ഷൂ ഇടാമായിരുന്നല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും അവരത് ചെയ്തില്ലല്ലോ. മലയ്ക്ക് പോകുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ചില പ്രത്യേക രീതികളുണ്ട്. ആ രീതിയിൽ മാത്രമേ പോകാവൂ. അതെന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണത വരൂ. ഇത്തരത്തിൽ ചെയ്തപ്പോഴേക്കും ശാന്തികൃഷ്ണയോട് നിരവധി പേർ പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരും നല്ലതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. 2 തവണ വിവാഹം കഴിച്ചിട്ടും തൻ്റെ മനസ്സിലുള്ളതുപോലെ ഒരു പങ്കാളിയെ കിട്ടിയില്ലെന്നാണ് ഇപ്പോഴും മനസ്സിനെ അലട്ടുന്ന സങ്കടമെന്ന് നടി ശാന്തികൃഷ്ണ പറഞ്ഞു. നടൻ ശ്രീനാഥാണ് ശാന്തികൃഷ്ണയുടെ ആദ്യ ഭർത്താവ്. ഓൺസ്ക്രീൻ ജോഡി ജീവിതത്തിലും പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ശാന്തികൃഷ്ണ. 12 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ശ്രീനാഥ് ഒരിക്കലും ഒന്നിനെ വിലക്കിയിട്ടില്ല. എന്നെ എല്ലാത്തിലും മുൻപോട്ട് പോകാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഭിനയിക്കേണ്ട എന്നത് എൻ്റെ തീരുമാനമായിരുന്നു എന്ന് ശാന്തികൃഷ്ണ പറയുന്നു. നിരവധി നല്ല കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ശാന്തികൃഷ്ണ. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും അവരുടെ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത്. ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്ക് ശാന്തികൃഷ്ണയോട് ഉള്ളതായും പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.